ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ് കേട്ടോ. ഇത് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. മുട്ടയും പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കായ്പോള എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് എന്ന്. ഈ കായ്പോള റെഡിയാക്കാൻ ഞാൻ അത്യാവശ്യം പഴുത്തിട്ടുള്ള 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് മീഡിയം സൈസുള്ള ഒരു പഴമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 3 മുട്ട മതി. നിങ്ങൾ വലിയ പഴക്കാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ഒരു 4 മുട്ടൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം കട്ടിയിലൊക്കെ തന്നെ ഇത് എരിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടി മുന്തിരി എന്നിട്ട് വറുത്ത് കോരിയെടുക്കാം. അണ്ടി മുന്തിരി മാറ്റിയതിന് ശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത പഴം ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അധികം ഇളക്കി അത് കുത്തിയെടുക്കുകയും ചെയ്യരുത്. ഉടയാത്ത രീതിയിലാണ് കേട്ടോ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ അത് അധികം ഇളക്കിയാൽ അത് ഉടഞ്ഞു പോകും. ഇപ്പം നമ്മുടെ പഴം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കായും കൂട്ടി പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഏലക്കായ് മാത്രം പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 2.5 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചാട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടോ. അതിലേക്ക് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന പഴവും അതുപോലെ അണ്ടി മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ വശത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇത് നേരിട്ട് ഗ്യാസിന്മേൽ വെക്കാതെ അടിയിൽ എന്തെങ്കിലും തട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെക്കുക. എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കൊരു 20-25 മിനിറ്റ് ശേഷം ഒന്ന് തുറന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മളെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി വേവണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാനിലേക്ക് ഇതുപോലെ കുറച്ചും കൂടി നെയ്യ് തടവി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കായ്പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. ശരിക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കായ്പോള അടിയിൽ പിടിക്കുകയോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. കാണുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നന്നായി തണുത്തതിന് ശേഷം കഴിക്കരുത് കേട്ടോ. ചെറിയൊരു ചൂടിൽ തന്നെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. നന്നായി തണുത്തതിന് ശേഷം കഴിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് കഴിക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.